ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇനി നമുക്ക് 37-ാമത്തെ അധ്യായം നോക്കാം. 37-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ ശീർഷകം എന്ന് പറയുന്നത് യഥാർത്ഥ സ്നേഹിതൻ എന്നതാണ്. പലരും നമ്മുടെ സ്നേഹിതരാണെന്ന് പ്രവൃത്തികളിലൂടെയും സംസാരത്തിലൂടെയും ഒക്കെ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ചിലർ സ്നേഹിതരാണെന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ. അതാണ് പ്രഭാഷകൻ ആദ്യത്തെ വാക്യത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: നമ്മൾ സ്നേഹിതനാണെന്ന് വിചാരിച്ച ആൾ, അതായത് നമ്മളെ ഏറ്റവും നല്ല സ്നേഹിതനാണെന്ന് വിചാരിച്ച ആൾ പെട്ടെന്ന് നമ്മുടെ ശത്രുവായി മാറുക എന്ന് പറയുമ്പോൾ അത് വളരെ ദുഃഖമുണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ്. ആ ദുഃഖം എന്തിനോട് തുല്യമാണെന്ന് പ്രഭാഷകൻ 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. നമുക്കതൊന്ന് നോക്കാം. സ്നേഹിതൻ ശത്രുവായി മാറുന്നത് മരണതുല്യമായ ദുഃഖമല്ലേ? വെറും ദുഃഖമെന്നല്ല, മരണത്തിന് തുല്യമായ ദുഃഖമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്. തുടർന്ന് വരുന്ന വാക്യങ്ങളിൽ ഒരു സ്നേഹിതൻ്റെ സ്വഭാവ സവിശേഷതകൾ, ഒരു സ്നേഹിതൻ എങ്ങനെ പെരുമാറണമെന്ന് പ്രഭാഷകൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ചില സ്നേഹിതന്മാർ കൂട്ടുകാരൻ്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്നു, എന്നാൽ ആപത്ത് വരുമ്പോൾ അവനെതിരായി തിരിയും. ചിലർ സ്നേഹിതനായി സഹായിക്കുന്നത് ഉദരപൂരണത്തിന് വേണ്ടിയാണ്, എങ്കിലും യുദ്ധം വരുമ്പോൾ അവർ അവന് വേണ്ടി പരിചയമായി നിൽക്കും. അപ്പോൾ ഒരു സ്നേഹിതൻ എങ്ങനെയായിരിക്കണമെന്ന് 4-5 വാക്യങ്ങളിൽ നമ്മളിപ്പോൾ കണ്ടു. ഇനി വരുന്ന വാക്യം, അതായത് 6-ാമത്തെ വാക്യം, നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഐശ്വര്യകാലത്ത് നിന്റെ സ്നേഹിതനെ മറക്കരുത്, അവനെ അവഗണിക്കരുത് എന്നാണ് 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഇനി 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ആരോടൊക്കെ എന്തിനെ പറ്റി ഉപദേശം തേടണം, ആരോടൊക്കെ ഉപദേശം തേടരുത് എന്ന് പ്രഭാഷകൻ വ്യക്തമായി പറയുന്നുണ്ട്. ഉപദേശം തന്നെ പല തരത്തിലുണ്ട്. അതായത് നല്ല മാർഗനിർദ്ദേശം നൽകുന്ന ഉപദേശങ്ങളുണ്ട്, സ്വാർത്ഥപരമായിട്ടുള്ള ഉപദേശങ്ങളുണ്ട്, പിന്നെ നമ്മളെ ചതിക്കുഴിയിൽ വീഴ്ത്തുന്ന ഉപദേശങ്ങളും ഉണ്ട്. 7-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാ ഉപദേശകരും മാർഗനിർദ്ദേശം നൽകുന്നു, എന്നാൽ ചിലരുടെ ഉപദേശം സ്വാർത്ഥപരമാണ്. അതായത് ചിലരുടെ ഉപദേശം സ്വാർത്ഥപരമാണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. 8-ാം വാക്യത്തിൽ നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആദ്യം നമ്മളെ ഉപദേശിക്കാൻ വരുന്നയാളുടെ ലക്ഷ്യം മനസ്സിലാക്കണം. സ്വാർത്ഥപരമായിട്ടുള്ള ഉപദേശമാണെങ്കിൽ നമ്മൾ ചതിക്കപ്പെടും. അതുകൊണ്ടാണ് 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: നിന്റെ മാർഗം സുരക്ഷിതമാണ് എന്ന് ചിലർ പറയും. എന്നിട്ട് നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ നന്നായിട്ട് കൂട്ടും. എന്നിട്ട് അവരപ്പുറത്ത് പോയി നിന്നിട്ട് നിനക്ക് എന്താ സംഭവിക്കുക എന്ന് കാത്തു നിൽക്കുന്നവരാണ്. അതുകൊണ്ടാണ് പ്രഭാഷകൻ 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: നിന്നെ സംശയിക്കുന്നവനോട് ഉപദേശം ചോദിക്കരുത്, അസൂയാലുവിനോട് നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുത്. പ്രഭാഷകൻ എന്താണ് പറയുന്നത്? നിന്നെ സംശയിക്കുന്നവനോട് ഉപദേശം ചോദിക്കരുത്, അസൂയാലുവിനോട് നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തുകയും ചെയ്യരുത്. ഇനി 11-ാം വാക്യത്തിൽ നമ്മൾ ആരോടൊക്കെ എന്തിനെ പറ്റി ഉപദേശം തേടരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. നമുക്ക് ആ വാക്യം ഒന്ന് നോക്കാം. സ്ത്രീയോട് അവളുടെ പ്രതിദ്വന്ദിയെ പറ്റിയോ, ഭീരുവിനോട് യുദ്ധത്തെ പറ്റിയോ, വ്യാപാരിയോട് വിലയെ പറ്റിയോ, വാങ്ങുന്നവനോട് വിൽപ്പനയെ പറ്റിയോ, വിദ്വേഷിയോട് നന്ദിയെ പറ്റിയോ, ക്രൂരനോട് കരുണയെ പറ്റിയോ, അലസനോട് അധ്വാനത്തെ പറ്റിയോ, 1 വർഷത്തേക്ക് കൂലിക്കെടുത്തവനോട് ജോലി പൂർത്തിയാക്കുന്നതിനെ പറ്റിയോ, മടിയനായ ദാസനോട് വലിയ ഉദ്യമത്തെ പറ്റിയോ ആലോചന നടത്തരുത്. ഇത്തരക്കാരോട് ഉപദേശം തേടരുത്. ആലോചന നടത്തരുത്, ഇത്തരക്കാരോട് ഉപദേശം തേടരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. 12-ാം വാക്യത്തിൽ നമ്മളൊരു സ്നേഹിതനെ തിരഞ്ഞെടുക്കുമ്പോൾ, ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. അയാൾ ദൈവഭക്തനായിരിക്കണം, കൽപ്പനകൾ പാലിക്കുന്നവനായിരിക്കണം, നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനായിരിക്കണം, നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനായിരിക്കണം. ഇങ്ങനെയുള്ളവരോട് ഒട്ടി നിൽക്കാൻ തന്നെയാണ് പ്രഭാഷകൻ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ മറ്റാരേക്കാളും നമ്മുടെ ഹൃദയത്തിനോട് ഉപദേശം ചോദിക്കാനാണ് പ്രഭാഷകൻ പറയുന്നത്. പ്രഭാഷകൻ പറയുന്നുണ്ട് നിന്റെ ഹൃദയത്തിൻ്റെ ഉപദേശം സ്വീകരിക്കുക എന്നത്. കാരണം അതാണ് ഏറ്റവും വിശ്വാസ്യകരം എന്നത്. അതിന് കാരണം 14-ാം വാക്യത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. നമുക്കത് നോക്കാം.
ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന 7 പേരേക്കാൾ സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്. ഇതുകൊണ്ടാണ് പ്രഭാഷകൻ പറയുന്നത് നമ്മുടെ ഹൃദയത്തിന് ഉപദേശം സ്വീകരിക്കണം എന്നത്. ഈ ഭാഗത്തിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. 15-ാം വാക്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കും. എല്ലാറ്റിലും ഉപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് അത്യുന്നതനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാറ്റിനും ഉപരി സത്യമാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടി അത്യുന്നതനോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാണ് പ്രഭാഷകൻ ഈ ശീർഷകം അവസാനിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഈ ഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, ചിലർ സ്നേഹിതനായി സഹായിക്കുന്നത് ഉദരപൂരണത്തിന് വേണ്ടിയാണ്, എങ്കിലും അവർ അവന് വേണ്ടി പരിചയമായി നിൽക്കുന്നത് എപ്പോൾ? ഓപ്ഷൻസ്: ശത്രു വരുമ്പോൾ, അന്യരാജാക്കന്മാർ വരുമ്പോൾ, യുദ്ധം വരുമ്പോൾ, വിജാതിയർ വരുമ്പോൾ. ശരിയായ ഉത്തരം യുദ്ധം വരുമ്പോൾ എന്നതാണ്. അടുത്ത ചോദ്യം, നിന്റെ ഐശ്വര്യകാലത്ത് ആരെ അവഗണിക്കരുത് എന്നാണ് പ്രഭാഷകനിൽ പറയുന്നത്? ഓപ്ഷൻസ്: അയൽക്കാരെ, അടിമകളെ, സ്നേഹിതനെ, സുഹൃത്തുക്കളെ. ശരിയായ ഉത്തരം സ്നേഹിതനെ എന്നതാണ്. പ്രഭാഷകൻ 37:6 സമാനമായ പദം പഴയ നിയമഗ്രന്ഥത്തിൽ കാണുന്നത് എവിടെ? ഓപ്ഷൻസ്: സുഭാഷിതം 27:10, സുഭാഷിതം 27:20, സുഭാഷിതം 17:10, സുഭാഷിതം 17:20. ശരിയായ ഉത്തരം സുഭാഷിതം 27:10 എന്നതാണ്. അടുത്ത ചോദ്യം, എല്ലാ ഉപദേശകരും മാർഗനിർദ്ദേശം നൽകുന്നു, എന്നാൽ ചിലരുടെ ഉപദേശം എങ്ങനെയുള്ളതാണ്? ഓപ്ഷൻസ്: വ്യർത്ഥമാണ്, സ്വാർത്ഥപരമാണ്, നന്മയുള്ളതാണ്, തിന്മ നിറഞ്ഞതാണ്. ശരിയായ ഉത്തരം സ്വാർത്ഥപരമാണ് എന്നതാണ്. അടുത്ത ചോദ്യം, നിന്റെ മാർഗം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് കാണാൻ അവൻ മാറി നിൽക്കും. ആര്? ഓപ്ഷൻസ്: ഉപദേശകൻ, സുഹൃത്ത്, അയൽക്കാരൻ, ശത്രു. ശരിയായ ഉത്തരം ഉപദേശകൻ എന്നതാണ്. അടുത്ത ചോദ്യം, ആരോടാണ് ഉപദേശം ചോദിക്കരുത് എന്ന് പ്രഭാഷകൻ 37:10 പറയുന്നത്? ഓപ്ഷൻസ്: നിന്റെ ശത്രുവിനോട്, നിന്റെ അയൽക്കാരനോട്, നിന്നെ ദുഷിക്കുന്നവനോട്, നിന്നെ സംശയിക്കുന്നവനോട്. ശരിയായ ഉത്തരം നിന്നെ സംശയിക്കുന്നവനോട് എന്നതാണ്. അടുത്ത ചോദ്യം, ആരോടാണ് യുദ്ധത്തെപ്പറ്റി ഉപദേശം തേടരുത് എന്ന് പറയുന്നത്? ഓപ്ഷൻസ്: നിർമ്മല ഹൃദയമുള്ളവനോട്, സേവകനോട്, ഭീരുവിനോട്, നിഷ്കളങ്ക ഹൃദയനോട്. ശരിയായ ഉത്തരം ഭീരുവിനോട് എന്നതാണ്. അടുത്ത ചോദ്യം, വിൽപ്പനയെപ്പറ്റി ആരോടാണ് ഉപദേശം തേടാത്തത്? വിൽപ്പനയെപ്പറ്റി ആരോടാണ് ഉപദേശം തേടരുതാത്തത്? ഓപ്ഷൻസ്: വാങ്ങുന്നവനോട്, വ്യാപാരിയോട്, ഉൽപ്പാദകനോട്, കച്ചവടക്കാരനോട്. ശരിയായ ഉത്തരം വാങ്ങുന്നവനോട് എന്നതാണ്. അടുത്ത ചോദ്യം, ഒരു വർഷത്തേക്ക് കൂലിക്കെടുത്തവനോട് എന്തിനെ പറ്റിയാണ് ഉപദേശം തേടരുത് എന്ന് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: ഉത്തരവാദിത്വത്തെ പറ്റി, കടം വീട്ടുന്നതിനെ പറ്റി, കടമകൾ നിർവഹിക്കുന്നതിനെ പറ്റി, ജോലി പൂർത്തിയാക്കുന്നതിനെ പറ്റി. ശരിയായ ഉത്തരം ജോലി പൂർത്തിയാക്കുന്നതിനെ പറ്റി എന്നതാണ്. അടുത്ത ചോദ്യം, വലിയ ഉദ്യമത്തെ പറ്റി ആരോടാണ് ആലോചന നടത്തരുത് എന്ന് പ്രഭാഷകനിൽ പറയുന്നത്? ഓപ്ഷൻസ്: മടിയനായ ദാസനോട്, മടിയനായ അയൽക്കാരനോട്, മടിയനായ അടിമയോട്, മടിയനായ സുഹൃത്തിനോട്. ശരിയായ ഉത്തരം മടിയനായ ദാസനോട് എന്നതാണ്. അടുത്ത ചോദ്യം, ആരുടെ ഉപദേശമാണ് സ്വീകരിക്കുക എന്ന് പ്രഭാഷകൻ 37:13 പറയുന്നത്? ഓപ്ഷൻസ്: നിന്റെ സുഹൃത്തിൻ്റെ, നിന്റെ സഹോദരൻ്റെ, നിന്റെ ഹൃദയത്തിൻ്റെ, നിന്റെ മനസാക്ഷിയുടെ. ശരിയായ ഉത്തരം നിന്റെ ഹൃദയത്തിൻ്റെ എന്നതാണ്. അടുത്ത ചോദ്യം, ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന എത്ര പേരേക്കാൾ സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് എന്ന് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: 5 പേരേക്കാൾ, 3 പേരേക്കാൾ, 9 പേരേക്കാൾ, 7 പേരേക്കാൾ. ശരിയായ ഉത്തരം 7 പേരേക്കാൾ എന്നതാണ്. അടുത്ത ചോദ്യം,
എല്ലാറ്റിലുമുപരി എങ്ങനെ നിന്നെ നയിക്കുന്നതിനാണ് അത്യുന്നതനോട് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ഓപ്ഷൻസ്: ക്രിസ്തുമാർഗത്തിൽ, കാരുണ്യമാർഗത്തിൽ, സ്നേഹമാർഗത്തിൽ, സത്യമാർഗത്തിൽ. ശരിയായ ഉത്തരം സത്യമാർഗത്തിൽ എന്നതാണ്. അടുത്ത 16 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ യഥാർത്ഥ ജ്ഞാനി ആരെന്ന് എന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ ഉള്ളിലൂടെ ഒരു ചിന്ത കടന്നുപോയിട്ടുണ്ടാവും. ആ ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം. ഈ ആലോചനയുടെ തുടർച്ചയാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ ഉദ്യമങ്ങളും. ഇനി ഈ ചിന്ത വേരി ഒന്നിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. അതിന് 4 ശാഖകളാണുള്ളത്: നന്മ, തിന്മ, ജീവൻ, മരണം. ഇനി പ്രഭാഷകൻ പറയുന്ന മറ്റൊരു കാര്യം ഇതാണ്: വാചാലതയുള്ളവന് ശത്രുക്കളെ സമ്പാദിക്കാം, കാരണം അവൻ്റെ അനുഭവം പട്ടിണിയായിരിക്കും. സ്വന്തം കാര്യത്തിൽ ജ്ഞാനമുള്ളവൻ്റെ വാക്കുകൾ അവൻ്റെ കാര്യത്തിൽ തന്നെ ഒതുങ്ങും, അതിനപ്പുറത്തേക്കില്ല. ഇനി 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ജ്ഞാനി സ്വന്തം ജനത്തെ ഉപദേശിക്കും, അവൻ്റെ വിവേകത്തിൻ്റെ ഫലം വിശ്വസനീയമാണ്. ഇത് യഥാർത്ഥ ജ്ഞാനിയെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്. പ്രഭാഷകൻ ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് നമ്മുടെ മനുഷ്യരുടെ ദിനങ്ങളെല്ലാം പരിമിതമാണ്, എന്നാൽ ഇസ്രായേലിൻ്റെ ദിനം സംഖ്യാതീതമാണ്, അതായത് അനന്തമാണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. യഥാർത്ഥ ജ്ഞാനിക്ക് സ്വന്തം ജനത്തിൻ്റെ മധ്യേ അവന് ആദരമുണ്ടാവും, അവൻ്റെ നാമം അനശ്വരമാകും. പിന്നെ പ്രഭാഷകൻ നമുക്ക് തരുന്ന ഒരു ഉപദേശമാണ്, അതായത് ഇതെല്ലാം വായിച്ചതിന് ശേഷം നമുക്ക് തരുന്ന ഒരു ഉപദേശമാണ്: ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക, മറ്റുള്ളവർക്ക് ഹാനികരമായത് ചെയ്യാതിരിക്കുക. അതിനുള്ള കാരണം എന്താണെന്ന് 28-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. നമുക്കതൊന്ന് നോക്കാം. എല്ലാവർക്കും എല്ലാം നന്നല്ല, എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നുമില്ല. അതിന് കാരണം ഇതാണ്: നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ എല്ലാവർക്കും നല്ലതാവണമെന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമാണ് ആഡംബരത്തിൽ അതിര് കവിഞ്ഞ അഭിനിവേശം കാണിക്കരുത്. അമിതാഹാരം ഒഴിവാക്കണം. അത് 30-ാം വാക്യത്തിൽ അമിതാഹാരത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ പ്രഭാഷകൻ പറയുന്നുണ്ട്. നമുക്കതൊന്ന് എന്താണെന്ന് നോക്കാം. അമിതാഹാരം രോഗത്തിന് കാരണമാകുന്നു, അമിത ഭോജനം ദഹനക്ഷയമുണ്ടാക്കുന്നു. അമിതാഹാരം പലരുടെയും മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. നമ്മളിപ്പോൾ ഈ അടുത്ത കാലഘട്ടത്തിൽ കേൾക്കുന്നൊരു കാര്യമാണ് അല്പാഹാരം ആയുസ് വർദ്ധിപ്പിക്കും. അത് ഇന്നത്തെ ശാസ്ത്രശാഖകളിൽ നമ്മൾ കേൾക്കുന്നുണ്ട് എങ്കിലും പ്രഭാഷകൻ്റെ കാലം മുതലേ ഈ ഉപദേശം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ ഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒന്ന് വിശകലനം ചെയ്യാം. ആദ്യത്തെ ചോദ്യം: എല്ലാ ഉദ്യമവും എന്തിൻ്റെ തുടർച്ചയാണ്? ഓപ്ഷൻസ്: പ്രവൃത്തിയുടെ, പദ്ധതിയുടെ, ആലോചനയുടെ, അറിവിൻ്റെ. ശരിയായ ഉത്തരം ആലോചനയുടെ എന്നതാണ്. അടുത്ത ചോദ്യം: ചിന്തയ്ക്ക് എത്ര ശാഖകളുണ്ട്? ഓപ്ഷൻസ്: 2, 4, 6, 8. ശരിയായ ഉത്തരം 4 എന്നതാണ്. അടുത്ത ചോദ്യം: മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാർ സ്വന്തം കാര്യത്തിൽ പെരുമാറുന്നത് എങ്ങനെ? ഓപ്ഷൻസ്: വിവേകശൂന്യരായി, അലസരായി, ഉത്തരവാദിത്വമില്ലാത്തവരായി, ബുദ്ധിശൂന്യരായി. ശരിയായ ഉത്തരം ബുദ്ധിശൂന്യരായി എന്നതാണ്. അടുത്ത ചോദ്യം: വാചാലതയുള്ളവൻ്റെ അനുഭവം എന്ത്? ഓപ്ഷൻസ്: പട്ടിണി, കഷ്ടത, ഞെരുക്കം, സമൃദ്ധി. ശരിയായ ഉത്തരം പട്ടിണി എന്നതാണ്. അടുത്ത ചോദ്യം: തൻ കാര്യത്തിൽ ജ്ഞാനിയായവൻ്റെ ജ്ഞാനം ഒതുങ്ങുന്നത് എവിടെ? ഓപ്ഷൻസ്: അവൻ്റെ പ്രവൃത്തിയിൽ, അവൻ്റെ വാക്കുകളിൽ, അവൻ്റെ പദ്ധതികളിൽ, അവൻ്റെ ചിന്തയിൽ. ശരിയായ ഉത്തരം അവൻ്റെ വാക്കുകളിൽ എന്നതാണ്. അടുത്ത ചോദ്യം: കാണുന്നവരെല്ലാം അവനെ ഭാഗ്യവാനെന്ന് വിളിക്കും. ആരെ? ഓപ്ഷൻസ്: നിഷ്കളങ്കനെ, ദയാലുവെ, സമൃദ്ധിയുള്ളവനെ, ജ്ഞാനിയെ. ശരിയായ ഉത്തരം ജ്ഞാനിയെ എന്നതാണ്. അടുത്ത ചോദ്യം: മനുഷ്യൻ്റെ ദിനങ്ങൾ എന്താണ്? ഓപ്ഷൻസ്: അനന്തമാണ്, എണ്ണപ്പെട്ടതാണ്, പരിമിതമാണ്, സംഖ്യാതീതമാണ്.
ശരിയായ ഉത്തരം പരിമിതമാണ് എന്നതാണ്. അടുത്ത ചോദ്യം, ആരുടെ ദിനങ്ങളാണ് സംഖ്യാതീതം ആകുന്നത്? ഓപ്ഷൻസ്: മനുഷ്യൻ്റെ, ഇസ്രായേലിൻ്റെ, ശത്രുവിൻ്റെ, ജ്ഞാനിയുടെ. ശരിയായ ഉത്തരം ഇസ്രായേലിൻ്റെ എന്നതാണ്. അടുത്ത ചോദ്യം, മകനെ ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക, എന്ത് ചെയ്യരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: ഹാനികരമായത്, ദോഷകരമായത്, വേദനിപ്പിക്കുന്നത്, തിന്മയായത്. ശരിയായ ഉത്തരം ഹാനികരമായത് എന്നതാണ്. അടുത്ത ചോദ്യം, എന്തിലാണ് അതിര് കവിഞ്ഞ അഭിനിവേശം അരുത് എന്ന് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: സൗന്ദര്യത്തിൽ, ഭക്ഷണത്തിൽ, അമിത ഭോജനത്തിൽ, ആഡംബരത്തിൽ. ശരിയായ ഉത്തരം ആഡംബരത്തിൽ എന്നതാണ്. അടുത്ത ചോദ്യം, ഭക്ഷണത്തിൽ എന്ത് കാണിക്കരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: അഭിനിവേശം, വിവേചനം, ആർത്തി, അലംഭാവം. ശരിയായ ഉത്തരം ആർത്തി എന്നതാണ്. അടുത്ത ചോദ്യം, അമിത ഭോജനം അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട്, അത് നിയന്ത്രിക്കുന്നവന് എന്ത് ഉണ്ടാകുന്നു? ഓപ്ഷൻസ്: ദീർഘായുസ്, ഐശ്വര്യം, ആരോഗ്യം, നന്മ. ശരിയായ ഉത്തരം ദീർഘായുസ് എന്നതാണ്.